ഹായ് ഫ്രണ്ട്സ്, ക്രയോൺസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ഗാർഡൻ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഒരു വീഡിയോയിൽ ചെറിയൊരു ഗാർഡൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഗാർഡൻ്റെ ചെറിയൊരു പോർഷൻ അതുപോലെ ഒന്ന് അടിപൊളിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഗാർഡൻ്റെ ഈ ഒരു പോർഷൻ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതെല്ലാം ഒന്ന് പറക്കി മാറ്റണം. അപ്പോൾ എല്ലാം മൊത്തത്തിലൊന്ന് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതെല്ലാം ഒന്ന് പറക്കി മാറ്റി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്കിത് കാണണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് നോക്കിയാൽ മതി. ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാകുന്ന ചെടികളെല്ലാം എടുത്ത് മാറ്റി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ അടുത്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാനൊരു മരത്തിൻ്റെ വേരൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ മരത്തിൻ്റെ വേര് നമുക്ക് ഈ ഭാഗത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ആ മരത്തിൻ്റെ വേരെന്ന് പറയുന്നത്. ഇത് ഞാൻ അത്യാവശ്യം റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ഈ ഭാഗത്ത് ഒരു മൂലയ്ക്കായിട്ട് നമുക്കൊന്ന് സ്ഥാപിക്കാം അല്ലേ. ചെതലൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെക്കുന്നതായിരിക്കും വൃത്തി. നമ്മുടെ മരത്തിൻ്റെ വേര് ജസ്റ്റ് ഇവിടെ നിന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഒരു ചെറിയൊരു മീൻകുളം സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു മീൻകുളം നമ്മുടെ കയ്യിൽ ഉണ്ട്, സിമെൻറ്റിൽ തീർത്ത്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ മീൻകുളം. ഇത് നമ്മൾ സിമെൻറ്റിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് നമുക്ക് ഈ കുഴിയിൽ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നമ്മുടെ ഗാർഡൻ്റെ പോണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ജസ്റ്റ് ഒരു ബോർഡർ റെഡിയാക്കി എടുക്കണം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഗാർഡൻ്റെ കുറച്ച് പണി ചെയ്തപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തായിരുന്നു എടുക്കുന്നത്. ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഐ ബട്ടണിലും അതുപോലെ തന്നെ എൻഡ് കാർഡിലും ഒക്കെ കൊടുത്തിരിക്കാം. അത് പോയി നിങ്ങൾ കണ്ടിട്ട് വരാം എങ്കിൽ. ഓക്കെ, നമുക്ക് അതിന് അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ ബിയർ ബോട്ടിൽസ്, ഞാൻ ബിയർ ബോട്ടിൽസാണ് എടുത്തിരിക്കുന്നത്. റോഡിൽ നിന്നൊക്കെ പറക്കിയെടുത്ത ബിയർ ബോട്ടിൽസാണ്. ഈ ബിയർ ബോട്ടിൽസ് കൊണ്ട് നമുക്ക് അതിനൊരു ബോർഡർ സെറ്റ് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊഴിച്ച് വരികയാണ്. പൊഴിച്ച് വന്നിട്ട് ബോട്ടിൽ ഇങ്ങനെ ബോർഡറായിട്ട് വയ്ക്കാം. പരിപാടി ഈ ഒരു സെറ്റപ്പിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ അത് ചെയ്തു വരുന്നപ്പോഴത്തേക്ക് കുറച്ച് സമയമായി ഇരുട്ടി, പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം ചെയ്യുകയാണ്. നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയ പുൽക്കൂടാണ്. അപ്പോൾ ഇത് കളയാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇതിനകത്ത് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാറ്. ഇനി നമുക്കിതെല്ലാം കല്ലുകളും ചെടികളും ഒക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉരുളൻ കല്ലുകളൊക്കെ ശരിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തുള്ള വെട്ടുകല്ലും അതുപോലെ തന്നെ ചുടുകട്ടകളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കി നമ്മൾ ഇതുപോലത്തുള്ള റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ എന്താണ്ട് ഈ ഉരുളൻ കല്ലുകളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തേക്കാണ്. ഇതെല്ലാം ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് ഒന്ന് പോളിഷാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളൻ കല്ലുകളൊക്കെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ നിന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മീൻകുളം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക്
നമുക്ക് നീല കളർ കൊടുത്തതൊന്ന് മനോഹരമാക്കി എടുക്കാം. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം. നമുക്ക് ബോർഡർ ഗ്രാസും മറ്റു ചെടികളും ഒക്കെ ജസ്റ്റ് പിടിപ്പിച്ച് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. നമ്മുടെ കുളത്തിനകത്തൊക്കെ മണ്ണൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അല്ലെങ്കിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതുകൊണ്ട് പിന്നെ നമുക്ക് പതുക്കെ അത് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്കതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കളയാം. ഈ കല്ലുകൾ നമ്മൾ ഉരുളൻകല്ല് ഉണ്ടാക്കിയെടുത്തപ്പോൾ കിട്ടിയ വേസ്റ്റ് കല്ലിൻ്റെ പീസുകളാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇതിന് മരത്തിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ വീടിന് ഒക്കെ സൈഡിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഫില്ലാക്കി എടുക്കാം. അതുപോലെ നമ്മുടെ മരത്തിന് ഞാനൊന്ന് വാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻ്റ് അടിച്ചില്ല, ഞാൻ കരുതി വാർണിഷ് ചെയ്യാമെന്ന്. അപ്പം എല്ലാം പെയിൻ്റ് ആയാലോ, അപ്പം ഇതിനൊരു വ്യത്യസ്തത ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇതിന് വാർണിഷ് ചെയ്ത്. അതുപോലെ നമ്മുടെ കല്ലുകൾക്കുമൊക്കെ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടൊന്ന് സ്ലീക്ക് കൊണ്ട് നമുക്കൊന്ന് വാർണിഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ മീൻകുളത്തിൽ വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീനെ ഇടാം. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് മീനുകൾ ഉണ്ടായിരുന്നു, അപ്പം കുറേയൊക്കെ ചത്തുപോയി. അപ്പം ഉള്ള മീനുകൾ നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡ് ഫിഷും പിന്നെ ബ്ലാക്ക് മോളിയൊക്കെ ഉണ്ട്. കുറവാണ്, 1-2 ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇടാം. ഓക്കെ, നമ്മുടെ മീൻകുളവും പരിപാടിയും ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ ചെയ്യാനുള്ള ടൈം നമുക്കിപ്പം തൽക്കാലമില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ഒക്കെ ഇടുക. അപ്പം നമുക്ക് പുതിയ ഐറ്റംസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.